ഹലോ ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചന ബട്ടർ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനും പൊറാത്തയ്ക്കെല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ബട്ടർ ചന മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ചന ബട്ടർ മസാല എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ 1/2 കിലോ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം ചതച്ചിട്ട് ആണ് ഞാനിത് വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്കത് കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, ഒരു 2-3 പച്ചമുളക് കരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക. എന്നിട്ട് 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, നേരിതാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ആവശ്യത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി നേരിയതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചന ബട്ടർ മസാല, വളരെ സ്വാദിഷ്ടമായ ചന ബട്ടർ മസാല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ആർക്കും എപ്പോഴും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മറ്റു റെസിപ്പിയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്